റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന അതിഥികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആദ്യത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് പുതുതലമുറകൾ വരുന്നൊരു സമയമാണ്. അതിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു നടനാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. മറ്റാരുമല്ല, ദ വെരി ടാലന്റഡ് നിരഞ്ജൻ. ആൻഡ് നിരഞ്ജൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാളും കൂടി നമ്മുടെ ഷോയിൽ ആവശ്യമാണ്. അതായത് ദൃശ്യം എന്ന് പറഞ്ഞ ഒരു സിനിമ മതി ഈ ഒരു കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ. മലയാളികളുടെ എല്ലാം സ്വന്തം മകളായ അൻസിബ. So let's welcome നിരഞ്ജൻ അൻസിബ. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ എന്റെ ഇൻട്രോയില് പറഞ്ഞല്ലോ, അതായത് സൗഹൃദത്തിന്റെ ഒക്കെ ഒരു കൂടിച്ചേരലാണ് റെഡ് കാർപ്പറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത്. അപ്പൊ ഇവരുടെ ഈ സൗഹൃദം ഇന്ന് നമ്മളിവിടെ ഊട്ടി ഉറപ്പിക്കാൻ പോകണം. രണ്ടുപേരും ഷെയ്ക്കാനൊക്കെ കൊടുത്ത് ആരംഭിക്കാം. യെസ്. അപ്പൊ ഇവിടെ ഗെയിമുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൗഹൃദം മറക്കാട്ടോ, കാരണം ഗെയിമിൽ നമ്മൾ ജയിക്കണമല്ലോ. അപ്പൊ വാശി വീരോടെ ഉഷിരോടെ അതെ, വാശിയോടെ വീരോടെ കളിക്കേണ്ട സമയം കൂടിയാണ്. പിന്നെ എന്താ, വേറെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? വീട്ടില് സുഖമായിട്ടിരിക്കണു. അൻസിബയുടെയോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? ശരി. അപ്പൊ ദാ റെഡ് കാർപ്പറ്റിലേക്ക് ഇവർ രണ്ടുപേരും വന്നിരിക്കുകയാണ്. നമുക്കിനി ഇരുന്ന് ബാക്കി വിശേഷങ്ങളും വീട്ടിലെയും നാട്ടിലും ഒക്കെ വിശേഷങ്ങൾ അറിയാം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം നിരഞ്ജന്റെ അടുത്ത് തന്നെ തുടങ്ങാം. ഓക്കെ. അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കും താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് വരുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും അവർക്ക് വരാൻ, ഒട്ടും കഷ്ടപ്പെടണ്ടെന്നൊക്കെ. അപ്പം ഞാൻ നിരഞ്ജനോട് ചോദിക്കാൻ പോകുന്നത്, കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരുന്നു, അത് നല്ല ടാറിട്ട റോഡിലൂടെ നേരെ അങ്ങ് വരുമായിരുന്നു? കമ്പാരിറ്റീവ്ലി നടന്മാരുടെ മക്കൾക്ക് ഒരു എന്താ പറയുക, ഈസി ആണെന്നൊരു ഈസി ആയിരിക്കാം, കാരണം ഒരു എൻട്രി ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർ കുറച്ചെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയത് ഫൈനൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോബി. എന്നാലും ആ സമയത്തൊക്കെ ഈ ബോബിയിൽ അഭിനയിച്ച പയ്യൻ, ഫൈനൽസ് അഭിനയിച്ച പയ്യനെ പറയുള്ളൂ. ആരും മണിയമ്പിള്ള രാജുവിന്റെ മോൻ എന്നുള്ള ഇങ്ങനൊരു മോൻ ഉണ്ടായിരുന്നു എന്നൊരു കമന്റുകൾ ഞാൻ അപ്പം, കാരണം ഞാൻ അഭിനയിച്ച അച്ഛനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും അങ്ങനെ പറയുന്നില്ല. അച്ഛനെ എന്നെ അങ്ങനെ വലിയ നടനാക്കണമെന്ന് താല്പര്യമില്ല. കാരണം അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് വളരെ കുറെ നാണക്കേടുകളൊക്കെ സഹിച്ചാണ് അച്ഛൻ സിനിമ നടനായത്. അപ്പം അതുകൊണ്ട് ആ ഒരു നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. അൻസിബ ഒരു ഫിലിം ഡയറക്ട് ചെയ്യാൻ പോകണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ സൗഹൃദത്തിലൂടെ ഒരു ചാൻസ് നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ് ആ സിനിമ ഡയറക്ഷനിലേക്ക് തിരിയുന്നു അങ്ങനെയൊക്കെ ഞാൻ കേട്ടു, ഇതൊക്കെ സത്യമാണോ? സത്യമല്ലാതെ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് കഥയൊക്കെ എഴുതി വെച്ചോ? ഞാൻ BSc വിസ്കോം ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് ആദ്യമേ ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആദ്യം സിനിമയിൽ എത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. പ്രത്യേകിച്ച് കാലിക്കറ്റിൽ നിന്ന് ഒരു വില്ലേജിൽ നിന്ന് വരിക, ഇവിടെ എത്തിപ്പെടുക, അത് ആദ്യത്തെ വലിയ ടാസ്ക്. അത് കഴിഞ്ഞു, കുറെ ഒരു സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് ദൃശ്യം വന്നത്. അത് കഴിഞ്ഞപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്തു കുറെ ഇതുപോലെ മൂവീസൊക്കെ, ഇനിയിപ്പോൾ ഒരുപാട് മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള ഒരു ക്യാരക്ടേഴ്സോ മൂവീസോ ബാനറിനോ അങ്ങനെയൊന്നും എനിക്കൊരു ഓഫേഴ്സ് ഒന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നിർത്താം. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ ഞാൻ ഡിസ്കണ്ടിന്യൂ ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിട്ട് മൂവി ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രീ പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയതായിരുന്നു. പക്ഷെ ഇനി അറിയില്ല അത് എപ്പോഴായിരിക്കും. നായകനെയൊക്കെ ഫിക്സ് ചെയ്തോ? ഇല്ല, ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഈ ആക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചൂടെ? നീ എന്റെ സുഹൃത്ത്, ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളാണോ. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിലൂടെ സിനിമ മോഹമായിട്ട് ആ റിയാലിറ്റി ഷോയിലൂടെ വന്നു. ഞാൻ സെമി ഫൈനലായപ്പോ ഔട്ടായി, ഇവള് ഫൈനൽസിൽ വരെ നിന്നു. അടിപൊളി ഒരു ഷോ ആയിരുന്നു അത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ തമിഴില് കുറെ സിനിമയൊക്കെ ചെയ്തു. നിരഞ്ജന ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദി ക്യാം എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഡയറക്ഷൻ താല്പര്യമുണ്ട്. പിന്നെ ഞാൻ സ്റ്റോറി സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒരെണ്ണം ഇങ്ങനെ കഴിഞ്ഞു, നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ. അങ്ങനല്ല, എനിക്ക് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഭയങ്കര ഇമാജിനേഷൻ ജീവിയാണ്. അപ്പൊ ഇങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. ഇങ്ങനെ എല്ലാം വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പൊ ഒരു സാധനം ഇങ്ങനെ ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മള് എന്തായാലും കുറച്ച് വിശേഷങ്ങൾക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ആ വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ആഡ് ഓൺ ചെയ്ത് നമുക്കൊരു സംഭവം ഇവിടെ കലക്കാം. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനും വിളി. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ് നിങ്ങൾ? ഞാൻ ആരാണ് അറിയില്ലല്ലേടി. സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻ ക്ലർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്നും പറഞ്ഞ് നീ വിടുവിട്ട് ഇറങ്ങിയപ്പോൾ
പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പടിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെയും തേടി, സോറി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര അല്ല, സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? അപ്പൊ പേര് പറഞ്ഞ കുഞ്ഞിനെ തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ. ഇട്ടുകൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. മല മല മല, കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത, മഴ കഴുത. സൂപ്പർ. ശോഭന, മണിയമ്പിള്ള രാജു സർ ആൻഡ് തിലകൻ സർ, മോഹൻലാൽ സർ എല്ലാവരും തകർത്തു. അതായത് ഞാൻ വിചാരിച്ചില്ല, അതായത് നിരഞ്ജൻ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം എന്താ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ പൊളിയാണ് മച്ചാനെ, നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു സീൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവരൊക്കെ ഭയങ്കര വലിയ ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ക്ഷമ ചോദിച്ചേക്കാം, ക്ഷമിക്കുക. നിരഞ്ജന്റെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്കറിയണം. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ താളം തെറ്റിയിരിക്കുകയാണല്ലോ. എന്നാലും ഇപ്പൊ ഞാൻ ജാനുവരിയിൽ, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് ജാനുവരിയിലാണ് ഒരു പടം അഭിനയിച്ചത്, താത്വിക അവലോകനം എന്ന് പറഞ്ഞിട്ട്. ഡയറക്ട് ചെയ്തേക്കുന്ന അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ജോജു ജോർജും അജീവ് വർഗീസ്, ഞാൻ, അങ്ങനെ ജോജു ചേട്ടനും, അങ്ങനെ നമ്മളെല്ലാം കൂടെ ഉള്ള ഒരു സിനിമയാണ്. ഒരു പൊളിറ്റിക്കൽ സെറ്റാറാണ്. ഓ അത് ശരി. പടം നല്ല കോമഡി ഒക്കെ ഉണ്ട്. അപ്പം അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണോ? എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടം. എനിക്ക് എല്ലാ ടൈപ്പ്, ഞാൻ പറഞ്ഞില്ല, വില്ലനായിട്ടാണ് തുടങ്ങിയത്. കോമഡി, അതുപോലെ ഫൈറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഫൈറ്റ് ഭയങ്കര ഇഷ്ടം, ആവേശം ഭയങ്കരമാണ്. അതിപ്പം എല്ലാവർക്കും ഈ സിനിമ ഇൻഡസ്ട്രി ഇല്ലാണ്ട് ചെയ്യാനൊക്കെ ധൈര്യമുണ്ട്. ചെയ്തിട്ടുണ്ട്, ഫുൾ ചെയ്തെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഈ ഒരു സിനിമ അല്ലാണ്ട് വേറെ ഏതൊരു സിനിമയുടെ കാര്യം കൂടി പറഞ്ഞില്ലേ? ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രയം എന്ന് പറഞ്ഞ സിനിമയാണ്. സഞ്ജിത് ചന്ദ്രസേനാണ് ഡയറക്ടർ. അതിലാരൊക്കെയാണ്? അതിന്റെ അത് സണ്ണി ചേട്ടനുണ്ട്, സണ്ണി വേനുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ, ധ്യാൻ ചേട്ടനുണ്ട്, ഞാനുണ്ട്, ചന്തുനാഥ് ഉണ്ട്, ഡെയിൻ ഉണ്ട്, കുറെ ആക്ടേഴ്സ് ഉണ്ട്, രാഹുൽ മാധവ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ. ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ആരും ഇല്ലേ? അതിന്റെ അകത്ത് ഒരു പുതിയ കുട്ടിയാണ്, പ്രീതി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കുട്ടിയുണ്ട്. പിന്നെ നമ്മുടെ സുരഭി ചേച്ചി, അങ്ങനെയൊക്കെ ഉണ്ട്. അൻസിബയുടെ അമ്മയ്ക്കാണ് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നില്ല അൻസിബേനെ ഒരു വലിയ ആർട്ടിസ്റ്റ് ആക്കണം, അല്ലെങ്കിൽ സിനിമയിൽ കാണണം. എപ്പോഴും അൻസിബ സ്റ്റേജിൽ ഓരോന്ന് പെർഫോം ചെയ്യുമ്പോഴും ഉമ്മ അവിടെ ഇരുന്ന് പറയും, എങ്ങനെ നല്ല സിനിമയിലൊക്കെ എന്റെ മോൾ, അങ്ങനെയൊക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എന്തായാലും അമ്മ ഇപ്പൊ ഹാപ്പി ആയിരിക്കും അല്ലേ? പിന്നെ ഈ ആങ്കറിംഗ് ലൈഫും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. സോ അതെങ്ങനെയുണ്ടായിരുന്നു? ഇത് പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആങ്കർ ആയത്. അപ്പോൾ എനിക്ക് ആങ്കറിങ് എങ്ങനെ ചെയ്യണം അതൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു സിങ്കായി. പിന്നെ നമ്മളെപ്പോഴും ഒരു പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുകയാണ്. ഇപ്പം നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനും നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു അവസരം കൂടെയാണത്. എല്ലാവരെയും പരിചയപ്പെടാം. പിന്നെ പേഴ്സണലി അവരുമായിട്ടുള്ള കുറച്ചൊരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പേഴ്സണലി അവരുടെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും അവരുമായിട്ട് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാൻ കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അതൊന്ന് മാറാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരും പുതിയ വിശേഷങ്ങളും അല്ലെങ്കിൽ കറന്റ് വിശേഷം. ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. അതായത് ഈ ഗെയിമിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞാൻ ചുമ്മാ ഒന്ന് പറയാം. നിങ്ങൾക്കൊരു ഐസ്ക്രീം ഇങ്ങനെ സ്റ്റിക്ക് നമ്മൾ തരും. അപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ക്യൂബ്സ് ഇല്ലേ, നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ക്യൂബ്സ് ഇങ്ങനെ അടുക്കി വെക്കണം. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്ര ക്യൂബ്സ് വെച്ചു, അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുക. ജയിക്കുന്ന ആൾക്ക് സമ്മാനമുണ്ട്, തോക്കുന്ന ആൾക്ക് പണിഷ്മെന്റ്. വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാനുള്ളൊരു കളിയാണ്. ഓക്കെ, അപ്പോൾ അതാ നിരഞ്ജും അൻസിബ എന്റെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഗെയിം കളിക്കാനായിട്ട് റെഡി ആയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 മിനിറ്റ് സമയമുള്ളൂ. 1 മിനിറ്റ് സമയത്തിൽ നിങ്ങളുടെ അടുക്കിപ്പറക്കൽ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മ്യൂസിക് റെഡിയാണ്. മ്യൂസിക് വന്ന അപ്പൊ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങും.
പറ്റും പറ്റും, ശ്രദ്ധിച്ച്. യെസ് യെസ്, നല്ലൊരു കൈയടി കൊടുക്കൂ സഹോദരികൾമാരെ, അല്ല സഹോദരന്മാരെ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? 3 എണ്ണം വെച്ചു. ഓക്കെ, പോയാ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നാലെണ്ണം നിരഞ്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ടൈം ഔട്ട്. ഇനി നമുക്ക് അൻസിബയിലേക്ക് കിടക്കാം. അപ്പോ നിരഞ്ജ് ഇപ്പോ 4 എണ്ണം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് 2 പ്രാവശ്യം 4 എണ്ണം തന്നെ വെച്ചു. അത്യാവശ്യം കുറച്ച് സമയം ഹോൾഡ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് അൻസിബ 5 വെച്ചാൽ താങ്കൾ അൻസിബ 1 വെച്ചില്ലെങ്കിൽ താങ്കൾ ജയിക്കും. അപ്പൊ ഇനിയാണ് വാശിയേറിയ പോരാട്ടം. സ്ത്രീ കരുത്ത് കാണിച്ചു കൊടുക്കൂ. ഓക്കെ, 1 മിനിറ്റാണ് സമയം. യെസ്, കണ്ടിട്ട് എന്തൊക്കെയോ നടക്കും എന്നുള്ളൊരു ഭാവമാണ്. എന്തോ വല്ലതും പറഞ്ഞു? കരയരുത്, നാണക്കേടാണ്. 3 4. യെസ് 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 യെസ്. എവിടെ ചെന്നാലും അങ്ങനെ ഏറ്റില്ലാച്ച. അയ്യോ 6. അടിപൊളി. കണ്ടോ, ഇതാണ് മിണ്ടാ പൂച്ച കല മുടക്കും നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പൊ. പ്രതീക്ഷിച്ചില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അൻസിബ ഇത് 1 എണ്ണം പോലും വെക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചു. എവിടെയാ തെറ്റ് പറ്റിയത്? അടിപൊളിയായിട്ട് കളിച്ചു. എവിടെയാണ് താങ്കൾക്ക് തെറ്റ് പറ്റിയെന്ന് അറിയോ? താങ്കൾ ഈ തുമ്പത്ത് വെച്ചു. അൻസിബ എന്ത് ചെയ്തു? അൻസിബ ഈ ഭാഗത്തായിട്ട് വെച്ചു. അതാണ് അതിങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്നാണ് എന്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. അപ്പൊ ഫൈനലി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം അൻസിബ കുട്ടി. തോറ്റിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിരഞ്ജൻ കുട്ടൻ. യെസ്. ഇനി നിരഞ്ജന് നമ്മളൊരു പണിഷ്മെന്റ് തരും, ആൻഡ് അൻസിബയ്ക്ക് നമ്മളൊരു സമ്മാനം തരും. സമ്മാനമുണ്ട്, നല്ലൊരു സ്വീറ്റ് സമ്മാനം തന്നെ തരാം അല്ലേ? കൈ കുടന്ന അപ്പൊ ഹാപ്പി ആയല്ലോ, അൻസിബ ഹാപ്പി ആയി. പക്ഷെ ഇനി നിരഞ്ജനാണ് ഇവിടെ ഇങ്ങനെ വേദനിച്ച് നിൽക്കുന്നത്. എന്റെ ടാസ്ക് എന്തായിരിക്കും, എന്റെ പണിഷ്മെന്റ് എന്തായിരിക്കും എന്ന്. ഞാനേ, അതായത് നമ്മളെല്ലാവരും നമ്മൾ ഇതുവരെ കാണാത്തൊരു ശത്രുവാണ് നമ്മുടെ ഇടയിലുള്ള കൊറോണ. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും അല്ലേ? എപ്പോഴെങ്കിലും ഒന്ന് അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ 4 വർത്തമാനം പറയണം എന്ന് വിചാരിക്കാത്ത ഒരു ലോകത്തൊരാൾ പോലും ഉണ്ടാവില്ല. അപ്പൊ നിരഞ്ജന ആ ഒരു ചാൻസ് ഞാൻ തരാണ്. കൊറോണയെ കണ്ടുമുട്ടുന്നു, നമ്മളൊരു യാത്ര പോകുമ്പോ കണ്ടുമുട്ടിന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ റിയാക്ട് ചെയ്യും? അടി പിടി തൊഴി ബഹളം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ നിൽക്കുന്നത് അൻസിബി അല്ല, കൊറോണയാണ്. ഞാൻ കൊറോണയാണ്. അപ്പൊ കൊറോണയും മനുഷ്യരും ഇവിടെ ഏറ്റുമുട്ടാൻ പോവാണ്. നമുക്ക് എന്തായിരിക്കും സംഭവം നടക്കാൻ പോണെന്ന് കാത്തിരുന്ന് കാണാം. റെഡി? കൊറോണ. പുതിയ വകഭേദം മഞ്ഞ. ഒന്ന് പൊയ്ക്കൂടെ? ചൈനന്റെ മോളെ, എത്ര നാളായി? 1.5 വർഷമായി, ജോലിയില്ല. പിന്നെ മാസ്ക് വെച്ച് എവിടെയും മാസ്ക് വെച്ച് മടുത്ത്. ആ പട കടക്കാർക്കും പല്ല് കഴിക്കാത്തവർക്കും മാത്രമാണ് മാസ്ക് ഉപയോഗമുള്ളത്. നമ്മളൊക്കെ എന്ത് ചെയ്യും? പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും മാസ്ക് വെച്ച് നടക്കണം, അതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കണം, ജോലിക്ക് ഇറങ്ങുകയോ ചെയ്യരുത്. എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. അപ്പൊ ഫുഡ്, ഭക്ഷണം, എന്തൊക്കെ ഇതിനൊക്കെയുള്ള ശമ്പളം എവിടെ നിന്ന് കിട്ടും? ഇതെല്ലാം ഞങ്ങൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അതിന് പൈസ വേണ്ടേ? കടം വാങ്ങിച്ചോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കടം വാങ്ങിയാൽ കടം തരാൻ ആൾക്കാരില്ലല്ലോ. ഇപ്പം ആർക്കും ജോലിയില്ലല്ലോ, എല്ലാരും വീട്ടിൽ ഇരിക്കല്ലേ. അല്ല, ഞങ്ങൾ ചൈനയിൽ വന്ന് ചോദിച്ചാൽ മതി, ഞങ്ങൾ ഫ്രീ ആയിട്ട്. അപ്പൊ തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും ഇപ്പൊ ഒരു പ്ലാൻ ഒന്നും ഇല്ല. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യാതെ മാസ്ക് വെക്കാതെ പോലീസിനെ കാണുമ്പോൾ മാത്രം മാസ്ക് വെച്ചും അങ്ങനെയൊക്കെ കുറച്ച് പേര് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇവിടെ നിലയുറപ്പിച്ചാലെന്ന് ആലോചിക്കാം. കുറെ ബന്ധുക്കളുണ്ടോ ഈ പല വകഭേദങ്ങൾ പല കളറിൽ വരുന്നത്? അതൊന്നും നിർത്തിക്കൂടെ? അവരുടെ ഗാമ എന്നൊക്കെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കല്ലേ? നിങ്ങൾ പല രീതിയിൽ ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പല ബന്ധുക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അതുകൊണ്ട് വാക്സിൻ ഒക്കെ എടുത്ത് വീട്ടിൽ ഇരുന്നോളാം. ഒന്ന് തിരിച്ചു പോകാൻ പറ്റുമോ? തിരിച്ച് ചൈനയിലോട്ട് തിരിച്ച് അപ്പൊ
ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് പണിഷ്മെന്റ് ആണെങ്കിലും നമ്മൾ ചെറിയൊരു മെസ്സേജ് കൂടി കൊടുക്കാം എന്ന് വിചാരിച്ചു പ്രേക്ഷകർ. അതായത് ഇപ്പൊ കൊറോണ പറയുന്ന കേട്ടില്ലേ, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വരും, അപ്പൊ എല്ലാവരും വാക്സിൻ എടുക്കണം, അതുപോലെ മാസ്ക് വെക്കാതിരുന്നാൽ ഞങ്ങൾ എങ്ങനെ വരും എന്നൊക്കെ ചോദിച്ചു. അപ്പം നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് മാസ്കും സാനിറ്റൈസ് ഒക്കെ ചെയ്ത് വാക്സിൻ ഒക്കെ എടുത്ത് സേഫ് ആയിട്ട് ഇരിക്കുക. ഈ സാധനത്തിനെ നമ്മൾ ഓടിച്ചിരിക്കും. അപ്പൊ ഈ ഒരു പണിഷ്മെന്റ് ടാസ്ക് ഇഷ്ടമായോ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, വെറുതെ ടെൻഷൻ അടിച്ചു അല്ലേ? എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഇനി അടുത്ത പണിഷ്മെന്റ് നല്ല കട്ടിയുള്ള പണിഷ്മെന്റ്. സ്ഥിരം ഞാനാണ് തോക്കാൻ പോകുന്നത് തീരുമാനിച്ചത്.